സ്തോത്രം. രണ്ട് ഭാര്യമാര്, രണ്ട് ദാസിമാര്. സ്തോത്രം. നമുക്കറിയാം ചരിത്രം. റാഹേല്, ലേയ. സ്തോത്രം. രണ്ട് ദാസിമാര്. സ്തോത്രം. ഇവർ രണ്ടുപേരും. അപ്പൊ ഇത് റാഹേലിനോടുള്ള ബന്ധത്തിലാണ് സ്തോത്രം നഫ്താലിയുടെ വിഷയം കിടക്കുന്നത്. കാരണം റാഹേൽ 30-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങളൊന്ന് പെട്ടെന്ന് വായിക്കാമോ? താൻ യാക്കോബിന് മക്കളെ പ്രസവിക്കുന്നില്ല എന്ന് റാഹേൽ കണ്ട് തന്റെ സഹോദരിയോട് അസൂയപ്പെട്ട് യാക്കോബിനോട്, എനിക്ക് മക്കളെ തരയണം, അല്ലെങ്കിൽ ഞാൻ മരിച്ചു പോകും എന്ന് പറഞ്ഞു. അപ്പോൾ യാക്കോബിന് റാഹേലിനോട് കോപം ജ്വലിച്ചു. നിനക്ക് ഗർഭഫലം തരാതെ. ഇപ്പൊ നോക്കണം, ഇവിടെ ഒരു കുടുംബമാണ്, റാഹേല്, യാക്കോബ്. ഇപ്പൊ റാഹേലിന് എന്താണ് പ്രശ്നം? റാഹേലിന് അസൂയ. യാക്കോബിന് എന്താണ്? യാക്കോബിന് കോപം. എന്നാ സന്തോഷമുള്ള കുടുംബം ആണോ? എന്ത് സന്തോഷമുള്ള കുടുംബം ഒന്ന് നോക്കി. എൻ്റെ പൊന്നെ, ഈ പുള്ളി 4 എണ്ണത്തിന് ഒരെണ്ണത്തിനെ തന്നെ കൊണ്ടുകൊടുക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് എത്ര എണ്ണത്തിനെ കൗൺസിൽ ചെയ്യണമെന്നറിയോ? സ്തോത്രം. അന്നേരമാണ് ഈ മനുഷ്യൻ 4 എണ്ണത്തിനെ എടുത്ത് തലയിൽ വെച്ചത്. സ്തോത്രം. 2 ഭാര്യയും അവരുടെ 2 ദാസിമാരെ. ഒന്ന് ആലോചിച്ച് നോക്കി. കാണുമ്പോൾ ഒന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ യാക്കോബിനോട്, എങ്ങനെ മാനേജ് ചെയ്തു എന്ന്. സ്തോത്രം. പക്ഷെ പുള്ളി സാക്ഷ്യം പറയുന്നതായിരിക്കും, എൻ്റെ ആയുഷ്കാലം 130 സംവത്സരം, അത് മുഴുവൻ കഷ്ടമായിരുന്നു എന്ന്. സ്തോത്രം. എന്നെ എല്ലാവരും മ്ലാനമായിട്ടിരിക്കുന്നത് അങ്ങനെ തന്നെയാണോ? ഹല്ലേലൂയ. സ്തോത്രം. അപ്പൊ എന്താണ് വീടിന്റെ അകത്ത്? കുടുംബ അന്തരീക്ഷം നോക്കണം. ഒരുത്തൻ കോപിക്കുന്നു, ഒരുത്തി അസൂയപ്പെടുന്നു, ആകപ്പാടെ പ്രശ്നമാണ്. കുടുംബത്തിന്റെ അകത്ത് പോരാട്ടമാണ്. സ്തോത്രം. ഇന്ന് ഏറ്റവും കൂടുതൽ പോരാട്ടം എവിടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീട്ടിനകത്താ. എന്നോട് ചോദിക്കുമല്ലോ. സ്തോത്രം. ഹല്ലേലൂയ. അതെ, ദൈവമക്കളുടെ വീടുകളോടാണ് പിശാച് പോരാടുന്നത്. സ്തോത്രം. കുടുംബം തകർത്താൽ, കുടുംബങ്ങളെ തകർത്താൽ സഭയുടെ നിലനിൽപ്പ്. ഹല്ലേലൂയ. വ്യക്തികളെ തകർത്താൽ കുടുംബം തകർക്കാം, കുടുംബങ്ങൾ തകർത്താൽ സഭയെ തകർക്കാം. പ്രൈസ് ഗോഡ്. സഭയെ തകർത്താൽ സമൂഹത്തെ തകർക്കാം. സ്തോത്രം. നമ്മളൊക്കെ ദേശത്തിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി, രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വിളിച്ചു വേർതിരിച്ചവരാ അല്ലേ? നമ്മുടെ പ്രാർത്ഥനയുടെ ശക്തി ക്ഷയിപ്പിക്കുവാൻ പിശാച് ഒരുക്കുന്ന തന്ത്രങ്ങളാണ് സഭയ്ക്കകത്ത് ഐക്യത നഷ്ടപ്പെടുത്തുക. അതെവിടെ തുടങ്ങും? പിശാച് കുടുംബത്തിന്റെ അകത്ത് ഐക്യത കളയും. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ സ്തോത്രം യാക്കോബിന്റെ കുടുംബത്തിന്റെ അകത്ത്. സ്തോത്രം. പക്ഷേ അവിടെ റാഹേൽ അതിനൊരു പ്രതിവിധി പറഞ്ഞു. തൻ്റെ ദാസി ബിൽഹയുടെ അടുത്ത് ചെല്ലാൻ പറഞ്ഞു. അന്നേരം ഒരു കുഞ്ഞുണ്ടായി, ദാൻ എന്ന് പറഞ്ഞ ഒരു കുഞ്ഞ്. ദൈവം ന്യായം നടത്തി എൻ്റെ അപേക്ഷ കേട്ടു എന്ന് പറഞ്ഞാണ് ദാൻ എന്ന് പേരിട്ടത്. വീണ്ടും 2ാമതൊരു കുഞ്ഞോടെ ഉണ്ടായി, അതിനാണ് നഫ്താലി എന്ന് പേരിട്ടത്. സഹോദരിയോട് വലിയ പൊരുതി ജയിച്ചു എന്ന് പറഞ്ഞാണ് നഫ്താലി എന്ന് പേരിട്ടത്. നഫ്താലി എന്ന വാക്കിന്റെ അർത്ഥം മൈ സ്ട്രഗിൾ. സ്തോത്രം. മൈ സ്ട്രഗിൾ, എൻ്റെ പോരാട്ടം എന്ന് പറഞ്ഞാൽ ജീവിതം മുഴുവൻ പോരാട്ടം.